Hi friends, welcome to my channel Vasiji Creation. നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയ കിച്ചൺ ടിപ്സ് നമ്മൾക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ടിപ്സാണ്. നമ്മൾ 4-5 ടിപ്പുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു നമുക്ക് വീഡിയോ കാണാം. നമുക്ക് നമ്മുടെ ഓട്ടുപാത്രങ്ങൾ ഉണ്ടെങ്കിൽ വിളക്ക് പിന്നെ അതുപോലെ പൂജ സെറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നമ്മൾ സ്റ്റവ് നമ്മൾ ഡെയിലിയും വൃത്തിയാക്കും. അത് അപ്പോൾ പക്ഷേ നമ്മൾ ഇതുപോലെ ബർണർ നമ്മൾ ക്ലീൻ ചെയ്യാൻ അധികം നമ്മൾ ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യില്ല. അപ്പോൾ നമ്മൾക്ക് അതിനുള്ള മാസത്തിലൊരു തവണ അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ പുതിയതുപോലെ നമ്മുടെ സ്റ്റൗ വയ്ക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിനുള്ളൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ആദ്യമായിട്ട് അറിയാൻ പോകുന്നത്. ഇതുപോലുള്ളൊരു പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഹാർപ്പിക്ക് വരുമ്പോൾ ടോയ്ലറ്റ് ക്ലീനർ തന്നെ എടുക്കണം നമ്മൾ, അല്ലാതെ ബാത്റൂം ക്ലീനർ എടുക്കാൻ പാടില്ല. അതുപോലെ ബ്ലൂ കളറിലുള്ള ടോയ്ലറ്റ് ക്ലീനർ തന്നെ എടുക്കണം. അതിലേക്ക് നമ്മൾ സ്റ്റൗവിൻ്റെ ബർണേഴ്സൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒരു ആവശ്യമില്ലാത്ത ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്ത ശേഷം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ 3 ബർണർ നമ്മൾ ബ്രഷ് കൊണ്ട് നല്ലതുപോലെ ഒരച്ച് കൊടുക്കണം. ഒരച്ച് കൊടുക്കുമ്പോൾ തന്നെ വൃത്തിയായിക്കോളും. യാതൊരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗ്ലൗസ് ഇടാതെ ചെയ്യരുത്. എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിനൊക്കെ ഇങ്ങനെ ഗ്ലൗസ് ഇല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിനൊക്കെ ഭയങ്കര ഡാമേജ് ആവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്ലൗസ് ഇടാൻ മറക്കരുത്. അതിനുശേഷം നമ്മളിതുപോലെ ഒരു ഇരുമ്പിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതെടുത്ത് നന്നായിട്ടൊന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഹാർപ്പിക്കിൽ തൊട്ടൊന്ന് കഴുകുകയാണെങ്കിൽ നല്ലതുണ്ടല്ലേ, കളറ് കറക്റ്റായിട്ട് നമ്മൾ നമുക്ക് മേടിക്കുമ്പോൾ കിട്ടില്ല, അതുപോലെ തന്നെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. കാണാൻ നല്ല കളറൊക്കെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്തായാലും ഈ ടിപ്പ് യൂസ് ചെയ്ത് നോക്കണം, ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണം. നല്ല യൂസ്ഫുള്ളാണ്. ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ ഇനിയൊരു 5 ടിപ്പാണ് നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പോലെ അടിപൊളി ടിപ്പായിട്ട് വരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ 3 ബർണേഴ്സും ഇതുപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ബ്ലാക്ക് കളറിലുണ്ടായ സ്റ്റൗവാണിത്, ബർണറാണിത്. ബ്ലാക്ക് കളറിലുള്ള ബർണറാണിത്. നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായ അതേപോലെയുള്ള കളറാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ടിപ്പ് കാണാം. അടുത്തായിട്ട് നമ്മുടെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതുപോലെ നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വിച്ച് ബോർഡ് അഴുക്കായിട്ട് കിടക്കുന്ന സ്വിച്ച് ബോർഡൊക്കെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളൊരു ഒരു ടിപ്പാണ്. അതിനായിട്ട് കോൾഗേറ്റാണ് ആവശ്യം. കോൾഗേറ്റ് ഒരു ബ്രഷിൽ നമ്മൾ എടുത്ത ശേഷം നമ്മൾ ഇതുപോലെ അഴുക്കായിട്ട് കിടക്കണം നമ്മളെ സ്വിച്ച് ബോർഡിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ സ്വിച്ച് ബോർഡിലാണൊക്കെ ചെയ്യുന്നത്, അതിപ്പോൾ വെള്ളമൊന്നും തട്ടാതെ ഉള്ളിൽ പോവാതെ കെയർഫുള്ളായിട്ട് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ വൃത്തിയാവുകയാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം, പതുക്കെ ചെയ്യണം, ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെള്ളമൊന്നും പോവാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കോട്ടൺ തുണിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് ഇതുപോലെ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള കോട്ടൺ തുണിയോ എന്താ വെച്ചാൽ നമ്മൾ സ്പോഞ്ചോ എന്താണ് ഉള്ളത് നമ്മളത് എടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ആക്കരുത്, കുറച്ച് വെള്ളം നനവുണ്ടെങ്കിൽ മാത്രം മതിയാവും. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു സ്വിച്ച് ബോർഡായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഇത് നല്ല യൂസ്ഫുള്ളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ടല്ലേ കുറച്ച് മുന്നേ
അവിടെ ഭയങ്കര അഴുക്കുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തുടച്ചത്. അപ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക മിക്സിയൊക്കെ യൂസ് ചെയ്യണ ഒരു സ്വിച്ച് ബോർഡാണിത് മിക്സി. അപ്പോൾ നമ്മൾ എല്ലാ ടൈമിലും മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അഴുക്കാണ് നിങ്ങളവിടെ കാണുന്നത്. അത് നമ്മൾ പെട്ടെന്ന് തന്നെ എണ്ണൻ്റെ ഒരു അംശം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുന്ന സമയത്ത് കൈകൊണ്ട് തൊട്ടിട്ടുള്ളൊരു അഴുക്കാണ്. അത് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ അഴുക്കുണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു യൂസ്ഫുള്ളായ ടിപ്പാണ്. അപ്പോൾ നമ്മൾ അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പാനൊക്കെ ഉണ്ടാവുമല്ലോ, പാനിൽ നമ്മൾ എന്താ പറയുക മീൻ വറുക്കുക അല്ലെങ്കിൽ മുട്ടയൊക്കെ നമ്മൾ വറുക്കുന്ന സമയത്ത് അടുത്തൊരു വെജിറ്റബിൾ കറി വെക്കുകയാണ് എങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഈ പാൻ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ആ മീനിൻ്റെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു കുക്കിംഗ് ചെയ്ത ആ ഒരു ഇതിൻ്റെ സ്മെല്ല് പോയി കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടിപ്പാണ് കുറച്ച് കോൾഗേറ്റ് എടുക്കുക. കോൾഗേറ്റ് എടുത്ത ശേഷം പാനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കഴുകുകയാണെങ്കിൽ നമ്മൾക്ക് ആ സ്മെല്ല് ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടി നല്ലൊരു പുതിയ ആ ഒരു മണം നമ്മൾക്ക് വരും. അതാണ് അടുത്ത ടിപ്പാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള നമ്മുടെ പാനിൽ ഒക്കെ യൂസ് ചെയ്യണ നമ്മുടെ കരണ്ടി ഉണ്ടാവുമല്ലോ, നമ്മുടെ തവയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾക്ക് എങ്ങനെ ബ്രൈറ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ഫർണിച്ചേഴ്സൊക്കെ നമ്മളിതുപോലെ കുറച്ച് ലെമണും അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും കൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ വൃത്തിയാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് എണ്ണ മാത്രം ഒന്ന് ആക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു പോളിഷ് നന്നായി തുടച്ചെടുത്ത് വെച്ച് നമുക്ക് പുതിയതുപോലെ അങ്ങനെ കിട്ടും കേട്ടോ. അതൊരു നല്ല ടിപ്പാണ്. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെഡൊക്കെ മേടിച്ചിട്ട് വരുമല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ ആ കെട്ടുന്ന ആ സംഭവം ഉണ്ടല്ലോ, ആ കയർ ആ കമ്പി ഉണ്ടല്ലോ, അത് നമ്മുടെ എപ്പോഴും അത് പോയി കിട്ടും. അത് ചില ടൈമിൽ അത് ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് എങ്ങനെ വെക്കുന്നൊരു ഇതുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നന്നായിട്ട് കറക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് കറക്കി കൊടുത്തേച്ച് ഇതുപോലെ ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ഒരു കേടാവുകയില്ല. അപ്പം നമ്മൾക്ക് ഇങ്ങനെ കെട്ടിവെക്കും. കമ്പി പോയി എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ദോശക്കല്ലിൽ ദോശ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ദോശക്കല്ലിൽ നിന്ന് മയക്കെടുക്കാനായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അതിനായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾക്ക് ഒരു വലിയ ഓനിയൻ എടുക്കുക. ഓനിയൻ എടുത്ത ശേഷം നമ്മൾ അതിന് രണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത ശേഷം നമ്മളിതുപോലെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്ത് ദോശയൊക്കെ ഒഴിക്കാൻ പറ്റും. എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമ്മൾക്ക് ഇതൊരു ഐഡിയ ആണ്, നല്ലൊരു ടിപ്പാണിത്. പിന്നെ നമ്മൾക്ക് ദോശക്കല്ല് മയക്കെടുക്കാനൊക്കെ ഇത് പറ്റും കേട്ടോ. അപ്പം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ലോട്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.